ഒരുപാട് സന്തോഷമുണ്ട് സിൽവർ ഹിൽസിൽ വരാൻ. അതിന് ഒരു കാരണം നിങ്ങളുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാറത്തറയാണ്. അദ്ദേഹം ഇതിൻ്റെ പ്രിൻസിപ്പൽ മാത്രമല്ല, അതിനപ്പുറം കലയെയും സാഹിത്യത്തെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എഴുത്തുകാരനും ചിന്തകരും കൂടിയാണ്. മറ്റൊന്ന്, സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ചാവറ കൾച്ചറൽ സെൻ്ററിലെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഈ സാഹിത്യ നഗരിയിലാകെ വെളിച്ചം പരത്തുന്ന ഒരാൾ കൂടിയാണ് എന്ന് നമുക്കറിയാം. ഏതായാലും സന്തോഷമുണ്ട് ഈ വായനാ ദിനത്തിൽ. എൻ്റെ കുഞ്ഞ് കഥകളെക്കുറിച്ച്, ചെറിയ കഥകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട്. പല ക്യാമ്പസുകളിലും പോകുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ കഥകൾ എഴുതുന്നത്, 4 or 5 വരികളിലുള്ള കഥകൾ എഴുതുന്നത് എന്ന്. ഞാൻ പറയും, എൻ്റെ കഥകളിൽ രാസവളം ചേർക്കാത്തത് കൊണ്ടാണ് ആ കഥകൾ ഇങ്ങനെ ചെറുതായി പോകുന്നത് എന്ന്. ഈ ചെറിയ പ്രസംഗത്തിന് ശേഷം ചില ചെറിയ കഥകൾ കൂടി ഞാൻ വായിക്കും. ഇന്ന് വായനാ ദിനമാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ ധ്വനി ബുക്സ് ഒരു പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം നടത്തുന്നുണ്ട്. നിങ്ങളുടെ കൈകളിലൊക്കെ ഓരോ പുസ്തകമുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സംസ്കാരത്തെയും ഭാഷയെയും ചരിത്രത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് ഈ ആക്രമണകാരികൾ ഒരു രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് പുസ്തകപ്പുരകൾക്ക്, ഗ്രന്ഥശാലകൾക്ക് തീക്കൊളുത്തുക എന്നുള്ളതാണ്. കാരണം പുസ്തകങ്ങൾ ഇല്ലാതായാൽ ചരിത്രമില്ലാതാകും, പുസ്തകങ്ങളില്ലാതായാൽ സംസ്കാരമില്ലാതാകും, പുസ്തകങ്ങളില്ലാതായാൽ ഓർമ്മയില്ലാതാകും, പുസ്തകങ്ങളില്ലാതായാൽ ഭാഷ ഇല്ലാതാകും. ചരിത്രത്തെയും ഓർമ്മയെയും സംസ്കാരത്തെയും ഭാഷയെയും നശിപ്പിച്ചാൽ ഒരു ജനതയെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഈ ആക്രമണകാരികൾ ഒരു രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പുസ്തകപ്പുരകൾക്ക് തീവയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലും പുസ്തകപ്പുരകൾക്ക് പഴയ കാലത്ത് തീവച്ച കഥകളൊക്കെ, ചരിത്രമൊക്കെ നമ്മൾക്കറിയാം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ വായിച്ച് വളരണമെന്നാണ്. പുസ്തകം വായിക്കുക മാത്രമല്ല, നിങ്ങളൊരു പുസ്തകം വായിച്ചാൽ അതാരാണ് എഴുതിയത്, ആ പുസ്തകം ആരാണ് പ്രസിദ്ധീകരിച്ചത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നിങ്ങളൊരു നോട്ട് ബുക്കിൽ, അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലുള്ള പുസ്തകമായാലും ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. എന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഞാനിതാ ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് ആ പുസ്തകം ഒരു വലിയ ഒരു ഓർമ്മ പുസ്തകമായി മാറും. കാരണം നിങ്ങൾ തന്നെ മാറിപ്പോകും. ഒരു പുസ്തകത്തിൻ്റെ സ്പർശം ഒരാളെ മറ്റൊരാളായി മാറ്റി തീർക്കും. ഇന്ന് ഇവിടെ ബഹുമാന്യനായ ജോൺ മണ്ണാറത്തറയെപ്പോലുള്ള പ്രമുഖ വ്യക്തികൾ നിങ്ങളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ ലൈബ്രറി ഉണ്ട്. നിങ്ങളുടെ വീടുകളിൽ പുസ്തകങ്ങൾ വാങ്ങാൻ രക്ഷിതാക്കൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ചെന്നിടങ്ങളിൽ എല്ലാ പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ പല സ്കൂളുകളിലും ക്ലാസ് മുറികളിലെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാനുള്ളൊരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. പുതിയ കാലത്ത് നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ഒതുങ്ങിപ്പോകുന്ന കാലത്ത്, നമ്മൾ ലഹരിപ്പുകയുടെ ചിറകിൽ അലിഞ്ഞു പോകുന്ന, ഇല്ലാതായി പോകുന്ന കാലത്ത് ഈ ടെക്നോളജി തീർച്ചയായും ആവശ്യമാണ്. പക്ഷെ നമ്മൾ അടിമകളാക്കുന്ന വിധത്തിൽ ടെക്നോളജിക്ക് അടിമയായിപ്പോയി വായനയിൽ നകന്നു പോകുന്ന കാലത്ത്
നിങ്ങൾ വായിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വായിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് അമേരിക്കയിൽ ദരിദ്രനായൊരു കുട്ടിയുണ്ടായിരുന്നു. പുസ്തകം വാങ്ങാൻ കാശില്ലാതെ എത്രയോ നാഴിക നടന്നായിരുന്നു ആ കുട്ടി ഒരു പുസ്തകം സമ്പാദിച്ചത്. അങ്ങനെ സമ്പാദിച്ച പുസ്തകം രാത്രി മഴ പെയ്ത് തൻ്റെ കൂര ചോർന്നൊലിച്ച് ആ പുസ്തകം നശിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം അതിൻ്റെ ഉടമയോട് എന്ത് സമാധാനം പറയുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട കുട്ടി, അമേരിക്കയിലെ ദരിദ്രനായ ആ ബാലൻ, ആ പുസ്തകത്തിൻ്റെ ഉടമയുടെ അടുത്ത് ചെല്ലുന്നു. പുസ്തകത്തിൻ്റെ ഉടമയോട് പറയുന്നു, ഞാൻ നിങ്ങളോട് വാങ്ങിയ പുസ്തകം രാത്രി മഴ പെയ്ത് എൻ്റെ കൂര ചോർന്നൊലിച്ച് അത് നശിച്ചു പോയിരിക്കുന്നു എന്ന്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിൽക്കാലത്ത് ചരിത്രത്തിൽ നമ്മൾ ഈ കുട്ടിയെ കണ്ടുമുട്ടുന്നു. അമേരിക്കയിൽ ഐതിഹാസികമായി ചരിത്രം സൃഷ്ടിച്ച അബ്രഹാം ലിങ്കണായിരുന്നു ഈ കുട്ടിയെന്ന് നമ്മൾ അറിയുന്നു. ഈ കുട്ടി ആർത്തിയോടെ വായിച്ച പുസ്തകം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടന്റെ ജീവചരിത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വായന കൊണ്ട് ഉയർന്ന മാറിപ്പോയ വലിയ നിലയിലെത്തിയ ഒരുപാട് പേരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു കുട്ടി ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ ഫുട്ബോൾ കളിക്കിടയിൽ കാലിന് പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ കുട്ടി ഡോക്ടർമാരോടും നഴ്സുമാരോടും ചോദിക്കുന്നത് പുസ്തകമാണ്. ഇത്ര തടിച്ച പുസ്തകം നീ ഇത്ര വേഗം വായിച്ചു കഴിഞ്ഞോ എന്ന് ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതപ്പെടുകയാണ്. പക്ഷേ ഈ കുട്ടി വേദന മറക്കുന്നത് വായനയിലൂടെയാണ്. പിൽക്കാലത്ത് ചരിത്രത്തിൽ നമ്മൾ ഈ കുട്ടിയെയും കണ്ടുമുട്ടുന്നു. 70ഓളം പുസ്തകങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ H.G. വെൽസ് ആയിരുന്നു ഈ കുട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറവും സാഹിത്യത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, കലയുടെ വലിയ ഒരു ലോകമുണ്ടെന്ന് നിങ്ങൾ ചെറുപ്പന്നേ അറിയണം. നിങ്ങളുടെ കലാലയങ്ങളുടെ ജാലകങ്ങൾക്കപ്പുറം, നിങ്ങളുടെ വീടുകളുടെ ജനാലകൾക്കപ്പുറം വേദനിക്കുന്ന മനുഷ്യരുടെ വലിയൊരു ലോകമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വായിച്ച് വളരുന്ന കുട്ടികളായിരിക്കണം. ഞാനൊക്കെ കുട്ടിക്കാലം ചെലവിട്ടതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ന്യൂ ജനറേഷൻ, എല്ലാം ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നുള്ളതാണ്, യൂസ് ആൻഡ് ത്രോ എവേ എന്നുള്ളതാണ് ഈ ജനറേഷൻ്റെ മുദ്രാവാക്യം. ഉപയോഗിക്കുക, വലിച്ചെറിയുക, വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരിക്കൂടുകൾ നാളേക്കില്ല എന്ന് കവി പാടിയതുപോലെ എല്ലാം വലിച്ചെറിയുന്ന, ഉപയോഗിച്ച് വലിച്ചെറിയുന്നൊരു തലമുറയോട് നമ്മൾക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ പറയേണ്ടത്, അധ്യാപകർ പറയേണ്ടത്, എല്ലാം വലിച്ചെറിയാനുള്ളതല്ല. ചില ശാശ്വതമായ മൂല്യങ്ങൾ ഇവിടെയുണ്ട്. സ്നേഹം, സൗഹൃദം, നന്മ, സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങളൊക്കെ വലിച്ചെറിയപ്പെടേണ്ടതല്ലാത്ത മൂല്യങ്ങളുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ ചെറുപ്പന്നേ മനസ്സിലാക്കണം. അതിന് വായന ഒരടിവളമായി തീരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏറെയൊന്നും പറയുന്നില്ല. ഈ നല്ല രാവിലെ ഒരു നീണ്ട പ്രസംഗം ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചില ചെറിയ കഥകൾ പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിശ്വസിക്കുന്നത്. ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോറീസ് നോട്ട് ആറ്റംസ് എന്ന് പറയാറുണ്ട്. ഈ ലോകം കഥകൾ കൊണ്ടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു കഥ പറച്ചിലുകാരനായിരുന്നു. അറബ്യൻ കൂടാരങ്ങളിലിരുന്ന് കഥ പറയുന്നതിൻ്റെ വലിയൊരു പാരമ്പര്യം നമ്മൾക്കുണ്ട്. കഥകൾ കേൾക്കാൻ കൂടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ചില ചെറിയ കഥകൾ ഞാനിവിടെ അവതരിപ്പിക്കാം. വളരെ ചെറിയ കഥകളാണ്. കുറച്ച് കഥകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. പൊന്ന്, എനിക്ക് പൊന്നുപോലെ ഇഷ്ടമാണ് അവളെ. കുറേ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവളെ എനിക്ക് നൽകിയത്. ഞാൻ അവളെ പൊന്നേ എന്നും എൻ്റെ തങ്കക്കുടമേ എന്നും വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്.
ഇവൾക്ക് എത്ര ക്യാരറ്റ്. അങ്ങനെയാണ് ഞാനവളെ ഒരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത്. ആളിപ്പടരുന്ന തീജ്വാലയിൽ നിന്ന് ഉരുകുന്നേരം അവൾ വിളിച്ചു പറഞ്ഞു 916 പരിശുദ്ധി. തീനാളങ്ങൾക്കും സ്വർണ്ണ വർണ്ണമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു കുട്ടി, അമ്മയെ കാണുന്നില്ല. കുഞ്ഞ് പരതി നടക്കുകയാൾ. കമ്പ്യൂട്ടറിൻ്റെ കീ കുഞ്ഞു വിരൽ കൊണ്ട് അമർത്തുകയാൾ. www.amma-kanyi.com. ചേട്ടനെ കാണുന്നില്ല. ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ചു കിടക്കുകയാൾ. പനിച്ചു കിടക്കുന്ന ചേട്ടനെ എവിടെയാണ് തപ്പേണ്ടത്? ഒന്നിൽ നിന്ന് കുഞ്ഞിന് ഉറഞ്ഞു തുള്ളുന്ന യുവതിയുടെ മാറിടം കിട്ടി. വേറൊന്നുമിൽ നിന്ന് എത്യോപ്യയിലെ എല്ലിൻ കഷ്ണം കിട്ടി. ഏട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത്? കുഞ്ഞ് പതുപതുത്ത വിരൽ കൊണ്ട് പരതുകയാൾ. www.ഏട്ടൻകളി.com. അച്ഛനെ കാണുന്നില്ല. മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല. താഴത്ത് വീണ് കിടക്കുന്ന വർത്തമാന പത്രത്തിലില്ല. നോം ചോംസ്കിയിലും ധൃതയിലുമില്ല. തപ്പി നോക്കുകയാണ്. www.achantanal.com. മുത്തശ്ശിയെ തപ്പുന്നില്ല. തൻ്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി. പരലോകത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ കുഞ്ഞു വിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ്? 2 ചെറിയ കഥ കൂടി വായിക്കാം. വീട്. രാവിലെ എണീറ്റ് അമ്മ കണ്ണ് തിരുമുന്നതിന് മുമ്പ് TV-യുടെ സ്വിച്ച് തിരുമ്മി. പാതിരാത്രിക്ക് ശേഷം കാണിച്ച സിനിമ ഒന്നുകൂടി. ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞ് TV-യുടെ നിഴലിൽ മയങ്ങി. പുതിയ സിനിമ. വൈകുന്നേരം ചായക്കപ്പുമായി വന്ന് TV-ക്ക് മുന്നിൽ വീണ്ടും സിനിമ. മോൻ മടിയിൽ നിന്നിറങ്ങി പുറത്തുപോയി വീടിൻ്റെ പേരെഴുതിയ ബോർഡ് എടുത്തു മാറ്റി അവിടെ ഒരു പുതിയ ബോർഡ് വെച്ച് തിരിച്ചു വന്നു. ശ്രീലക്ഷ്മി ടാക്കീസ്. അവസാനം ഒറ്റയ്ക്ക് 7 ആകാശങ്ങളും 7 ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റയ്ക്കാണ്. മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റയ്ക്കാകുന്നു. ഒറ്റയ്ക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം. ഏതായിരുന്നാലും സന്തോഷമുണ്ട്. വായിച്ച് വളരുന്ന കുട്ടികളാകട്ടെ സിൽവർ ഹിൽസിലെ കുട്ടികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കൈകളിൽ ഒരു പുസ്തകമുണ്ടാകണം. നിങ്ങളുടെ കൈകളിൽ എന്താവുന്ന ഏറ്റവും മഹത്തായ സ്വപ്നമാണ് പുസ്തകം. നിങ്ങളുടെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ജന്മദിനത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് ഒരു നല്ല പുസ്തകമാണ്. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന പുസ്തകങ്ങൾ. നിങ്ങൾ പരസ്പരം പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. പുസ്തകങ്ങൾ വായിച്ചും ഇനിയുള്ള ദിവസങ്ങൾ നിറമുള്ളതാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.